ജൈവ കൃഷിരീതികൾ അവലംബിക്കുന്ന 17 പശുക്കളുള്ള ഒരു ഡയറി ഫാം. 22 ഏക്കറിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഡയറി ഫാമിൽ പലയിടത്തായി വിനോദസഞ്ചാരികൾക്ക് വന്നു താമസിക്കാൻ വാടകയ്ക്ക് കൊടുക്കുന്ന 5 കോട്ടേജുകൾ. ഇതിനു ചുറ്റുമുള്ള 22 ഏക്കറിലും പശുക്കൾക്ക് മേഞ്ഞു നടന്നു തിന്നാനുതകുന്ന വിധത്തിൽ പുൽമേടുകളും കുറ്റിക്കാടുകളും. ഫാമിനകത്തു തന്നെ പാലിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നമായ ചീസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ചീസ് കോട്ടേജ്. സാധാരണഗതിയിൽ വലിയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്താനിടയുള്ള ഒരു ഡയറി ഫാം സംരംഭത്തെ ക്രിയാത്മകമായ ഇത്തരം പല വിധത്തിലുള്ള മൂല്യവർദ്ധനകളിലൂടെ വിജയകരമാക്കി മാറ്റിയ ഈ ഡയറി ഫാം ഊട്ടിക്കടുത്ത് കൂനൂരിലാണ്. കയാമത്ത് സെ കയാമത്ത് തക് തുടങ്ങിയ ഹിന്ദിയിലെ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രങ്ങളുടെ സംവിധായകനും പ്രശസ്ത ബോളിവുഡ് താരം അമീർ ഖാന്റെ സഹോദരനുമായ മൻസൂർ ഖാനാണ് മുഖ്യധാരാ ജീവിതം വെടിഞ്ഞ് ഒരു പ്രകൃതിക്കിണങ്ങിയ ബദൽ ജീവിത രീതി തേടിക്കൊണ്ട് ഇവിടെ എത്തി ഈ ഫാം തുടങ്ങിയത്. ഏക്കേഴ്സ് വൈൽഡ് ഡയറി ഫാം. വെറുമൊരു സംരംഭകനോ കർഷകനോ അല്ല ഏക്കേഴ്സ് വൈൽഡിന്റെ ഉടമയായ മൻസൂർ ഖാൻ. പ്രശസ്ത ബോളിവുഡ് നടൻ അമീർ ഖാന്റെ ആദ്യ ചിത്രമായ കയാമത്ത് സെ കയാമത്ത് തക് എന്ന സിനിമയുടെ സംവിധായകൻ. അമീർ ഖാന്റെ കസിൻ. ജോ ജീത്ത വൊഹി സിക്കന്ദർ, അകേലെ ഹം അകേലെ തും, ജോഷ് എന്നീ 3 ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾ കൂടിയുണ്ട് മൻസൂർ ഖാന്റെ സംവിധാന മികവിന്റെ സംഭാവനയായി സിനിമാ ലോകത്ത്. പക്ഷേ അതിൽ നിന്നെല്ലാം അകന്ന് കൂനൂരിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്നു പല ജീവിതപാതകളിലെ ഈ സഞ്ചാരി. ക്ഷീരകർഷകൻ, ഫാം ടൂറിസം സംരംഭകൻ, എഴുത്തുകാരൻ, ഇന്ത്യയിൽ നടക്കുന്ന വികസന ചർച്ചകളിലെ ശ്രദ്ധിക്കപ്പെടേണ്ട സാന്നിധ്യം, ഇതൊക്കെയാണ് ഇന്ന് ഈ മനുഷ്യൻ. It has been in my mind for more than 25 years, you know. I was studying abroad, and even before I moved back to India, when I used to come on holidays, I used to try and look for a land outside Bombay. But we didn't think that we would move, and of course I didn't know Tina at that time. I was a bachelor. I wanted to live outside, anywhere outside Bombay. It didn't have to be, Kunur. But later on, after 23 years of trying to move out of Bombay, my parents had bought this land house here, and then I felt that it's better to move here because we had kids by then. So from the kids' point of view, there are schools here, whereas the other land which we had, there were no schools near that. The idea was not to live in the city. Yeah. 10 വർഷം മുൻപ് മൻസൂർ ഖാൻ ഈ സ്ഥലം വാങ്ങുമ്പോൾ 22 ഏക്കറിലും തേയിലത്തോട്ടങ്ങളായിരുന്നു. ഇന്ന് പലതരം കാട്ടുമരങ്ങളും ഫലവൃക്ഷങ്ങളും ഉദ്യാന സസ്യങ്ങളും പൊന്തക്കാടുകളുമാണ് ഇവിടെ കാണാനാവുക.
ആദ്യ കാഴ്ചയിൽ അശ്രദ്ധനായ ഒരു കർഷകന്റെ കൃഷിയിടം എന്ന് തോന്നാമെങ്കിലും ഇതിലെ ഓരോ സസ്യവും കൃത്യമായ ചില ലക്ഷ്യങ്ങളോടെ മൻസൂർ ഖാനും പത്നി ടീനയും ചേർന്ന് വളർത്തിയതാണ്. ചിലപ്പോഴൊക്കെ താനെ വളരാൻ പ്രകൃതിയിലെ ജൈവ വൈവിധ്യത്തിന് പകുത്തു നൽകിയതാണ്. After you remove the tea, the soil is quite degraded. It's very imbalanced. And over the years, like the first 4 years, we let it fallow. And of course, we don't put chemicals and all that. So, and our cows go around. So it's slowly picking this thing. So one part of it is just grazing, which we left just for grazing. Okay. Then we are trying to grow our vegetables in one patch and general trees all over the place. കൃഷിയിടത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗത്ത് 4-5 ഏക്കർ സ്ഥലം യാതൊരു കാർഷിക പ്രവർത്തനവും നടത്താതെ കാടായി തന്നെ നിലനിർത്തിയിരിക്കുന്നു. ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കാനും മണ്ണൊലിപ്പ് തടയാനും ഒപ്പം മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാനും വേണ്ടി ചെരിവുള്ള ഈ ഭൂപ്രകൃതിയിലുടനീളം വൃക്ഷങ്ങളും മറ്റു ചെടികളുമെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുകളിൽ പെയ്യുന്ന മഴവെള്ളം അത്രയും കുത്തിയൊലിച്ച് താഴേക്കൊഴുകാതെ അതാതു സ്ഥലത്തു തന്നെ മണ്ണിൽ താഴുകയും ഒടുവിൽ കൃഷിയിടത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള കുളത്തിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു. അഞ്ച് ഫാം ഹൗസുകളെയുള്ളൂ ഈ കൃഷിയിടത്തിൽ. ഒരു ദിവസം താമസിക്കാൻ ശരാശരി 4000 രൂപ തൊട്ട് തുടങ്ങുന്നു താരിഫ് നിരക്കുകൾ. കാർഷിക വിനോദസഞ്ചാരത്തിന്റെ ഗുണനിലവാരം നിലനിർത്താൻ കൃഷിയിടത്തെ കെട്ടിടങ്ങൾ കൊണ്ട് നിറയ്ക്കാതിരിക്കണം എന്ന നിർബന്ധം ഉടമയ്ക്കുണ്ട്. The turning point was when my land was going to get acquired in Bombay for an airport. So the question came, what do you mean by this? What do you mean by development? What do you mean by acquisition, land acquisition? How do you decide which place? How do you compensate? Then I became aware of ecology. I became aware of people's rights. I became aware of what is good and what is not good. And as I was studying and searching, all that, I came across One Straw Revolution, and it is, anyone who reads it cannot escape being changed completely from that thin little book, ഈ ഫാം ടൂറിസം സംരംഭത്തിലെ പ്രധാന ഘടകമാണ് കന്നുകാലികളുടെ പാലുപയോഗിച്ച് ടീനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചീസ് നിർമ്മാണം. പാലിൽ നിന്ന് തൈരും വെണ്ണയും നെയ്യുമല്ലാതെ മറ്റൊരു ഉൽപ്പന്നം കേരളത്തിലെ കർഷകരും ഉപഭോക്താക്കളും സങ്കല്പിക്കാത്ത കാലമുണ്ടായിരുന്നു. ഇന്ന് കർഷകർ മാറിയില്ലെങ്കിലും ഉപഭോക്താവ് ചീസും യോഗേർട്ടും ശ്രീഖണ്ഡുമൊക്കെ പോലുള്ള പാൽ വിഭവങ്ങൾ പരിചയിച്ചു കഴിഞ്ഞു. ഈ ഉപഭോക്തൃ താൽപര്യത്തെ അവസരമായി കർഷകന് മാറ്റാം എന്നതിന്റെ തെളിവാണ് ഏക്കേഴ്സ് വൈൽഡിലെ ചീസ് നിർമ്മാണ യൂണിറ്റ്. Actually, there are many millions and millions of types of cheeses. But in India, the problem is that most people have heard of only some cheeses. So we just make those. Initially, I started making lots of different cheeses, but now I've stuck to the more common ones. For example, cheddar is a very common. I think it's probably the most common cheese in the world. Then Parmesan, Gouda. I make feta, halloumi. പാലിനെ പലതരം ബാക്ടീരിയ മിശ്രിതങ്ങൾ ചേർത്തും പല താപനിലകളിൽ ചൂടാക്കിയുമാണ് ചീസ് തയ്യാറാക്കുന്നത്. Basically, we put a bacteria into the milk, and what that bacteria does, it acidifies the milk. Okay, and then after that we add something which is called a coagulant. So that sort of makes the milk into a gel.
Okay, it's sort of coagulated. It's not hard like cheese or paneer or anything. It's like a gel, something like jelly. Huh? Then after that, whatever we do after that is to separate the liquids from the solids. So then we cut it, we heat it, we stir it, we put it in a press. It's a long whole day process. രണ്ടും മൂന്നും മാസം തണുത്ത നിലവറകളിൽ സൂക്ഷിച്ച് സീസൺ ചെയ്തെടുക്കുന്നതാണ് വിപണിയിലെത്തുന്ന ചീസുകൾ. If you eat it on the day that you make it, if you cut it and eat it, it will taste like paneer. Very similar to paneer. Okay, but after you keep it for many days, it matures and the whole texture changes and the flavor changes. The longer you keep it, the stronger it becomes. So that's it. For example, Parmesan and all is usually matured for more than a year. Cheddar also 6 months and above. So, you know, the stronger cheeses you keep for longer time. Gouda you would keep for we keep it for about 2.5 months. But you can actually cut it, say 1 month, 1.5 months. നീലഗിരി കുന്നുകളിൽ രാത്രി നേരത്തെ എത്തി. മൻസൂർ ഖാനും ടീനയും അവരുടെ കോട്ടേജിലേക്ക് മടങ്ങിയപ്പോൾ ആ സെലിബ്രിറ്റി കർഷക ദമ്പതിമാരുടെ സന്ധ്യ പകർത്താൻ ഞങ്ങളും കൂടെ കൂടി. പക്ഷേ അപ്രതീക്ഷിതമായ ചില വന്യ നിമിഷങ്ങളിലേക്കായിരുന്നു ഞങ്ങൾ എത്തിയത്. ഒരു കാട്ടുപോത്തിൻ കൂട്ടത്തിന്റെ രാത്രി സഞ്ചാരം തങ്ങിയത് അതേ മുറ്റത്ത്. ഈ ഡയറി ഫാം ഉടമയ്ക്ക് കൃഷിയെക്കുറിച്ച് മാത്രമല്ല പ്രത്യേകമായ കാഴ്ചപ്പാടുകളുള്ളത്. ഒരുപക്ഷെ വ്യവസായ വിപ്ലവത്തിന് തന്നെ തുടക്കം കുറിച്ച, ഭൂമിക്കടിയിലുണ്ടെന്ന് നാം കണ്ടെത്തിയ സൗരോർജ്ജ സ്രോതസ്സായ പെട്രോളിയവും കൽക്കരിയുമൊക്കെ തീരുന്നതോടുകൂടി നമ്മുടെ സമ്പദ് വ്യവസ്ഥ അറ്റമില്ലാതെ വളർന്നുകൊണ്ടിരിക്കുമെന്ന നമ്മുടെ മിഥ്യാധാരണ തകരാൻ പോവുകയാണെന്ന് മൻസൂർ ഖാൻ മുന്നറിയിപ്പ് നൽകുന്നു. തൻ്റെ ഈ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രചിച്ച ദ തേർഡ് കർവ് എന്ന പുസ്തകം തന്നെ ഇത്തരം കാഴ്ചപ്പാടുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. We are chasing a money model which is basically exponential. So it gets double, you know, 7% compounding interest doubles every 10 years. 5% compounding interest doubles every, 15 years. So that's not possible. And we are reaching that point where you can see that all these things are wobbling, shaking, not really happening, but we are pretending that they're happening. So it's actually very dangerous, because to make it happen, we destroy everything else. We'll say cut out all the forests, dig out all the iron ore, dig out all the coal, throw out all the villagers, dam all our rivers. So we become even more and more desperate to make that kind of growth happen. പണം കാലം ചെല്ലുന്തോറും ഇരട്ടിക്കുമെന്ന് പൊതുബോധം. അത് നാം എല്ലാവരും പേറുന്നു. എന്നാൽ ഭൂമിയിൽ വിഭവങ്ങൾ പരിമിതമാണ് എന്നിരിക്കെ ഇത് എത്രത്തോളം സത്യമാണ്? ഇതാണ് മൻസൂർ ഖാൻ ചോദിക്കുന്ന ചോദ്യം. Well, when the thing is, when you run, it's like putting the cart before the horse.
when you run an industry, you do a lot of other things which are not needed also. So which kind, so it's not written in stone that you must have an industry. It is not written anywhere. You must have food, you must have a clean environment, you must have a peaceful society. These things are written in stone. Yes, you need this. But it is not written anywhere that you need 100,000 cars. So we are trying to make 100,000 cars and then 200,000 cars, or whether it be cars or whether it be anything. So we have made these good words, We call it industrial growth. You try and grow one part of your, our body, like that is exactly what cancer is. When one cell just keeps growing and growing and doubling and doubling and doubling, it has to kill what it is depending on, the organ on which it is thriving. This is the same thing. So we are doing the same thing to the organ, which is the earth or the organism. And we are saying, so you can give any number of good names to industrial growth. You can say this is very needed, this will create jobs, this will do this. Of course, but there are different ways to do that. It doesn't mean you have to only be growth based. So we have made a wrong model and now we are trying to justify it. And the earth also has a budget. And that budget is the amount of sunlight. In winter it's less, in the day it's more, in the night it's less, in summer it's more. But it goes between two bands. It never goes above that. So that's the third curve. That is our budget. That's our energy budget in which the whole earth has to work. And that's your only income. So it's not a question of passing a law about this. It is a thermodynamic law by itself. But how did we break the third curve? How did we go like this? Because we found fossil fuels. So we felt that, this is what we should be doing and this is what is possible. While it was working, it is fine. But when it stops working, you can be the finance minister of the universe, you can't change it. ഇദ്ദേഹത്തിന്റെ പ്രിയ വിഷയമായ സാമ്പത്തിക ശാസ്ത്രവും വികസന പരിപ്രേക്ഷ്യവും മാറ്റിവെച്ച് മൻസൂർ ഖാന്റെ ഫാമിലേക്ക് മടങ്ങിയാലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഈ ഫാമിന്റെ അടിത്തറയും എന്ന് കാണാനാവും. പണസമ്പദ് വ്യവസ്ഥയ്ക്കെതിരായ ഒരു ബദൽ മാതൃക കൂടിയാണ് ഒരർത്ഥത്തിൽ ഈ ഫാം. The first finger they can point is that I'm a rich person. So it's easy for me to talk. I agree. But just because of that, I cannot not tell the truth. You understand? So we've given too much emphasis to the money economy and not given enough emphasis to the food and ecological economy. That is the only secure thing. Now again, these sounds like very lofty things I'm saying. So here, first thing to survive, we have a farm stay. That is the same thing. That's a money economy. It's not a food economy, But we are trying to, do work here. So we kept cows. We didn't put, we used their dung. We used their urine. We've got gobar gas plants. Our cheese is made on that. These are very, very small steps. I have always loved or wanted to grow my own food. So even when we were living in Bombay, we used to have a big terrace, and I used to actually grow a lot of stuff in the pots and things. I used to try, to grow tomatoes and cabbages and things like that in the pot. So for me, it's a very important thing, and I love eating whatever it is that I'm growing. 2008 ആഗോള സാമ്പത്തിക തകർച്ചയ്ക്ക് ശേഷം ലോകമെങ്ങുമുള്ള ദേശീയ സമ്പദ് വ്യവസ്ഥകൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഷ്ടപ്പെടുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് നാം ഇതുവരെ പിന്തുടർന്നു പോന്ന സാമ്പത്തിക ശാസ്ത്ര രീതികളും വികസന മാതൃകയും ശരിയാണോ എന്ന ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നത്. വൻകിട വികസന മാതൃകകൾക്ക് പകരം പ്രാദേശികമായി വൈവിധ്യമാർന്ന
പ്രകൃതിയെ മുറിവേൽപ്പിക്കാത്ത, പ്രകൃതി വിഭവങ്ങളെ പരിമിതമായി മാത്രം ചൂഷണം ചെയ്യുന്ന ചെറിയ മാതൃകകളാണ് നമുക്ക് വേണ്ടത് എന്ന അഭിപ്രായം ബലപ്പെടുകയാണ്. ഈ വിശാലമായ ചർച്ചയുടെ ഭാഗം തന്നെയാണ് മൻസൂർ ഖാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ ഡയറി ഫാം സംരംഭവും. നല്ല മണ്ണിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം